ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നിരിപ്പുണ്ടല്ലോ കാര്യങ്ങൾ അറിയാനായിട്ട്. അപ്പോൾ ശിവൻ പറയാണ്, വൈജേ നീ അറിഞ്ഞതൊന്നുമല്ല കാര്യങ്ങൾ, അതിലും അപ്പുറമായിട്ടാണ് ഇവിടെ ഓരോന്നും സംഭവിക്കുന്നത്. എന്താ ശിവേട്ട കാര്യം? നിങ്ങൾ കാര്യം പറ. അത് നമ്മൾ ഈ വന്നിരിക്കുന്ന അലീന ആരാന്നാ നിൻ്റെ വിചാരം? നീ എങ്ങനെയാണ് ഇവളെ കാണുന്നതും അറിയുന്നതും? ഓ, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമല്ലേ. ഇവിടെ ശിവേട്ടൻ അന്ന് ലീവിന് വന്ന സമയത്തല്ലേ അവൾ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ മനുവും ബാലചന്ദ്രനും കൂടെ അല്ലേ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും പറഞ്ഞുകൊണ്ട്, അച്ഛന് കൊടുത്ത വാക്കാണെന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ അതിലൊരു വലിയൊരു കളി നടന്നിട്ടുണ്ട്. അത് നീ അറിഞ്ഞിരുന്നോ? അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുദ്ദേശത്തിലാണ് ബാലചന്ദ്രൻ അത് പറയാം? ബാലചന്ദ്രനെ കുറിച്ച് ശിവേട്ടൻ അങ്ങനെ പറയണേ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കമല അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, വൈജേ നീ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. പിന്നെ നീ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, നീ വഞ്ചിക്കപ്പെട്ടു. എന്തൊക്കെയാണ് നിങ്ങളിങ്ങനെ പറയണത്? എന്നോടൊന്ന് സത്യം പറ. പിന്നെ നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആ അലീനയില്ലേ, അത് ശരിക്കും ആരാന്നാ നിൻ്റെ വിചാരം എന്നറിയോ? ബാലചന്ദ്രൻ്റെ യഥാർത്ഥ മകളാ അത്. യഥാർത്ഥ മകളോ? എന്തൊക്കെയാണ് ശിവേട്ട പറയുന്നത്? അതെ, അവൻ്റെ സ്വന്തം മകൾ തന്നെ, അവൻ്റെ ചോരയിൽ പിറന്ന മകൾ തന്നെയാണ്. അവൻ ഈ കാര്യം ഞങ്ങളോട് സത്യമായിട്ട് പറഞ്ഞതാണ്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അവൻ 4-5 വർഷം അബുദാബിയിലായിരുന്നല്ലോ. ആ സമയത്ത് അവിടെയുള്ള ഏതോ ഒരു പെണ്ണ്, അതായത് ഇവിടുത്തെ കൊല്ലംകാരിയായ ഒരുത്തി അവിടെ ഉണ്ടായിരുന്നു. വിധവയാണ്. അവളെ ആയിട്ട് സ്നേഹത്തിലായെന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവനത് അറിഞ്ഞിട്ടില്ല. അവൾ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ജനിച്ചത് അവർ ഓർഫണേജിലാക്കി. അതാണ് ആ ബ്രിജിത മമ്മി വളർത്തിയെന്ന് പറഞ്ഞിരുന്നില്ലേ, അവിടെ സ്നേഹനികേതത്തിൽ. പിന്നെ അതെങ്ങനെ ബാലചന്ദ്രന് ഇതിപ്പോൾ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ്, അതെ വേറൊന്നുമല്ല, അന്ന് ഇതൊന്നും ശരിയല്ല ശിവേട്ട. കാരണം അച്ഛനാണ് മനുവിനോട് പറഞ്ഞത് ഇങ്ങനെ പോകണമെന്നും അവിടെ ഒരു കൊച്ചുണ്ട് അവിടെ നിന്ന് അവളെ വിളിച്ചിട്ട് വരണമെന്നെല്ലാം. അല്ലാതെ ബാലചന്ദ്രനൊക്കെ പിന്നീടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അങ്ങനെയല്ലടി, അവൻ്റെ കളിയാണ് ഇതിൽ നിന്നെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം അവൾ മരിച്ചു, ആ സ്ത്രീ. അപ്പോൾ അവർ ഈ ബാലചന്ദ്രന് ലെറ്റർ എഴുതിയിരുന്നു, എനിക്ക് ഇതിലൊരു മകളുണ്ടെന്നും ആ മകളെ ഇന്നടുത്ത് വളർത്തുന്നെന്നും. അവൾ മരിച്ചപ്പോൾ പിന്നെ അതിനെ കൈയേക്കണ്ടേ ആരെങ്കിലും? അങ്ങനെയാണ്. പക്ഷേ അച്ഛനെ ഇവിടെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ കുടുംബം തകരില്ലേ. അതുകൊണ്ട് അച്ഛൻ രഹസ്യമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്തെല്ലാം സമ്മതിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഒരു ജോലിക്കാരിയെ പോലെ അവളെ ഇവിടെ കൊണ്ടുവരണതും. അതുമാത്രമല്ല, എത്ര പെട്ടെന്നാണ് തിരിച്ച് ഇവിടുന്ന് കടപ്പാട്ടേക്ക് അവളെ കൊണ്ടുപോയത് അമ്മയെ നോക്കാണെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ കാര്യങ്ങൾ? ഇതൊക്കെയാണോ സത്യം? അപ്പോൾ ബാലചന്ദ്രൻ എന്നെ ചതിച്ചു അല്ലേ? ഇതൊക്കെ കേട്ട് വൈജ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ കമലയുടെ വക വീണ്ടും എരികേറ്റിൽ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ദേ മകളായിട്ട് ഏറ്റെടുത്തതും പോരാ, മക്കൾക്കുള്ള അതേ അവകാശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ അങ്ങ് എഴുതി വാങ്ങും, നീ നോക്കിക്കോ. അവസാനം നിൻ്റെ മക്കളെയൊക്കെ അടിച്ചിറക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതെല്ലാം കേട്ടിട്ട് വൈജ തീരുമാനിക്കുക കേട്ടോ, ഇനി എങ്ങനെയൊക്കെയാലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങാൻ തന്നെ ഞാൻ പോവാണ്. രണ്ടിലൊന്നും അറിയണം, എന്നിട്ട് മതി ഇനി മുന്നോട്ട് പോകുന്നത് എന്ന് വൈജ അങ്ങ് തീരുമാനിക്കുക കേട്ടോ. കമലയുടെ ഈ ഒരു കമലയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കുശുമ്പല്ലേ കുത്തിത്തിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നീ ശിവേട്ടനോട് കാര്യം പറയുമ്പോൾ അയാൾ ചോദിക്കണം, നീ എന്ത് ചെയ്യാനാ? അതൊക്കെ ഞാൻ ചെയ്യും, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഒന്നീ അവൾ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊന്ന് മതി. എന്നെ ചതിക്കാമെന്ന് ബാലചന്ദ്രൻ വിചാരിക്കണ്ട. ഈ 10-22 വർഷം കൊണ്ട് എന്നെ ചതിച്ചുകൊണ്ടായിരുന്നു അല്ലേ അയാൾ എന്നെ കല്യാണം കഴിച്ചത്. എനിക്കിത് താങ്ങാവുന്നതിലപ്പുറമായി ശിവേട്ട എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാണ്. വൈജ നീ ഇനി എന്ത് തീരുമാനിച്ചാലും നിന്നോടൊപ്പം തന്നെ ഞങ്ങൾ നിൽക്കുമെന്ന് അവരിങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ്. അവിടുന്ന് നേരെ വൈജ അമ്മയുടെ റൂമിലേക്ക് പോകും. അമ്മയെ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അപ്പോൾ അമ്മേന്ന് വിളിക്കുക കേട്ടോ സങ്കടം കൊണ്ട്. അപ്പം തന്നെ അവർ പറയും, മോളെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ അല്ലേ, എന്നാൽ ഈ ബാലചന്ദ്രൻ എന്തിനാണ് ഈ കടുങ്കൈ നമ്മളോട് ചെയ്തത്? ഇത്രയും വലിയ ചതി ചെയ്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും ഒന്നും അറിയാത്ത പോലെ ഇത്ര കാലം അവൻ ദ്രോഹിച്ചില്ലേ? അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഈ അലീന ഇവിടെ വന്നപ്പോൾ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അവൾ അത്ര നല്ലവളല്ല, എന്തോ പന്തികേടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ആരെങ്കിലും എന്നെ വിശ്വസിച്ചു? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് അവളുടെ സൈഡ് നിന്നില്ലേ? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ശരിയാണ് മോളെ, ഇനി എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു കൊടുക്കാം. ബാലചന്ദ്രന് ഞാൻ ഭാര്യയായിട്ട് ഇരിക്കണോ അതോ എൻ്റെ ഭർത്താവായിട്ട് അയാൾ ഇരിക്കണോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നീക്ക് വേറെ കടുങ്കയൊന്നും ചെയ്തേക്കല്ലേ മോളെ, വിഷമിക്കല്ലേ. അപ്പോൾ ശിവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വൈജയ് നീ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത്. പിന്നെ നമ്മുടെ മക്കളെക്കുറിച്ച് നീ ആലോചിക്കണം. മക്കളാണ് നമുക്ക് വലുത്. അവർക്ക് വേണ്ടി നീ നിൻ്റെ കാര്യം നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക കേട്ടോ. വൈജ അവിടുന്ന് കാർ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ മനു തിരിച്ച് വീട്ടിലും എത്തിയിട്ടുണ്ട്. ആൻറ്റീന്ന് വിളിക്കുന്നുണ്ട്. മനുവിനെ മൈൻഡൊന്നും ചെയ്യണില്ല, കാരണം മൊത്തം പോയില്ലേ, ഇതൊരു ഷോക്കായിപ്പോയി.
അങ്ങനെ വൈജ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. മനുവിനൊരു സംശയം തോന്നുന്നു, എന്ത് പറ്റി, ഒരു പന്തിയില്ലാതെയാണല്ലോ ആൻറ്റി പോകുന്നതെന്ന്. പോകുന്ന വഴിക്കെല്ലാം കാറിലിരുന്ന് തന്നെയാണ് ആലോചന കേട്ടോ. ബാലചന്ദ്രൻ്റെ വേറൊരു സ്ത്രീയിൽ ഒരു പെണ്ണുണ്ടായിരുന്നെന്നും ഒരു മകളുണ്ടായിരുന്നെന്നും അങ്ങനെയൊക്കെ ചിന്തിച്ചു. അതാണ് ഇവിടെ വന്ന് നിൽക്കുന്ന അലീനയും. അപ്പോൾ അതൊക്കെ എന്നെ പറഞ്ഞ് പറ്റിച്ചില്ലേ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് കാർ എടുത്തുകൊണ്ട് പോവാട്ടോ. നേരെ വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങണ്ട്. ഡോറ് തുറക്കുന്നത് ബബിതയാണ്. ബബിതയോട് ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലേന്ന്. അപ്പോൾ പുറത്തേക്ക് പോയി. ഒറ്റയ്ക്കാണോ പോയത്, അവളും ഉണ്ടോ? അവളിവിടെ തന്നെയുണ്ട്, അച്ഛൻ ഒറ്റയ്ക്കാണ് പോയത്. എന്താ അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് നേരെ അലീനയെ കാണാനായിട്ട് ചെല്ലാട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, എടി നീ ശരിക്കും ആരാണ്? നീ എന്തിനാണ് ഇവിടെ വന്നത്? നിൻ്റെ അച്ഛൻ ശരിക്കും ബാലചന്ദ്രൻ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ അലീന മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അലീന തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെങ്ങനെ അറിയാം അച്ഛനും അമ്മയും ഒക്കെ ആരാന്ന്? ഞാൻ ജനിച്ചപ്പോഴേ ഒരു ഓർഫണേജിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് എന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് ചുറ്റുപാടുമുള്ളവർ ഇന്നതാണ് അച്ഛൻ ഇന്നതാണ് അമ്മ എന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. ആര് പറയുന്നോ അത് ഞാൻ ശരിയെന്ന് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. കൊള്ളാടി, നിൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി. നീ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ പല പല കാര്യങ്ങൾ വെച്ച് നീ എന്നിൽ അർത്ഥം വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ വീടാണ്, എൻ്റെ കുടുംബക്കാരാണ്, എല്ലാം എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നിൻ്റെ ഉദ്ദേശം അല്ലേ? ഇതായിരുന്നു ബാലചന്ദ്രൻ്റെ മകൾ എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ? മാഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവരൊക്കെ ഞാൻ എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ഇവിടുത്തെ സ്വത്തും അതും ഇതും എല്ലാം നീ അടിച്ചുകൊണ്ട് പോകാമെന്നാണോ നിൻ്റെ വിചാരം? എൻ്റെ മാഡം, എനിക്കിതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ ബാലചന്ദ്രൻ സാർ എന്നോട് എന്താ പറഞ്ഞത്? ഇവിടെ എല്ലാ കാര്യത്തിനും എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ നടന്നൂടെ? ഇപ്പോഴും ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താ? എടി, ഇതൊക്കെ നിൻ്റെ അടവല്ലേ? അടവല്ല, ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അവനവൻ്റെ അധ്വാനം കൊണ്ട് അവനവൻ അപ്പം തിന്നണം എന്നാണ് ഞാൻ ബൈബിളിൽ പഠിച്ചിട്ടുള്ളതും എന്നെ എൻ്റെ ബ്രിജിതാമ്മ പഠിപ്പിച്ചിട്ടുള്ളതും. മറ്റുള്ളതൊന്നും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ല മറ്റുള്ളവരുടെ ഒന്നും. അതുകൊണ്ട് മാഡം ചിന്തിക്കുന്ന പോലെ അല്ല. എടി, നീ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, ഈ വീട്ടിൽ ഒന്നി നീ അല്ലെങ്കിൽ ഞാൻ, നമ്മൾ രണ്ടിൽ ഒരാൾ മതി, ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞ് വൈജ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അലീന ഭയങ്കര സങ്കടത്തിലായിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രൻ വന്ന് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മേളിലേക്ക് കയറി പോവാം. അപ്പോൾ വൈജയെ ഒന്ന് നോക്കിയിട്ട് ബാലചന്ദ്രൻ്റെ പുറകെ നമ്മുടെ അലീനയെ മേളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അച്ഛാന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാം, പാവം അമ്മ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാഡം അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ പോയി ഈ കള്ളക്കഥകളാണല്ലോ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അത് എന്നെ കേട്ടപ്പോൾ ആകെ തകർന്നു പോയി. എന്തിനാണ് അച്ഛാ അമ്മയെ വെറുതെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വരണുണ്ട് കേട്ടോ. നീ എന്താ പറയണത്? വെറുതെ കഷ്ടപ്പെടുത്തുന്നോ? അവളിനി കഷ്ടപ്പെടാൻ കിടക്കുന്നതേ ഉള്ളൂ. അവളെ സ്ഥാനത്ത് വേറെ ഏതൊരു പെണ്ണാണെങ്കിലും എന്നെ എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയോ? ഇത്രയൊക്കെ അവൾ തെറ്റ് ചെയ്തതിന് ശേഷമാണ് അവൾ എൻ്റെ ജീവിതത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള പെണ്ണ് എന്താവണം? എന്നെ ചതിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാവില്ലേ? അപ്പോൾ അവൾ എന്നോട് പലതവണ മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കണം. പോരാഞ്ഞിട്ട് എന്നെ പൊന്നുപോലെ നോക്കണം. ഇങ്ങനെയൊക്കെയല്ലേ വേണ്ടായിരുന്നത്? പക്ഷെ അവൾ എന്തായിരുന്നു? അവളെല്ലാവരും അടക്കി ഭരിച്ചാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നെ അവൾ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ, സ്നേഹിച്ചിട്ടില്ല. അറിയുമോ നിനക്ക്? അതുകൊണ്ട് അവളിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പാവം പോലും പാവം. എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് വൈജ പാവമാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ നിൻ്റെ മനസ്സിലിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ബാലചന്ദ്രൻ. പക്ഷേ അലീനയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം ആവണുണ്ട്. കാരണം പ്രശ്നങ്ങൾ കൂടി വരുന്നതല്ലാതെ കുറയണില്ലല്ലോ. അതൊക്കെ തന്നെയാണ് കേട്ടോ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്